അപ്പോൾ നമസ്കാരം. ശരിക്കും ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ വിവാദത്തിന്റെ ഒരു ലെവൽ ക്രോസിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ വരാം. എങ്ങനെയുണ്ട് സിനിമ? ലെവൽ ക്രോസിന്റെ ഈ പടത്തിൽ ഏറ്റവും എടുത്ത് പറയുന്നത് ആസിഫ് അലി സാറിന്റെ അഭിനയം. ഇത് ഒരു വേറൊരു ലെവലിലേക്ക് ഇദ്ദേഹത്തിന്റെ അഭിനയ പാഠത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ബ്രില്യൻസ് ഭയങ്കരമാണ്. കാരണം ഇതിന്റെ ക്ലൈമാക്സ് ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളാണ് പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു ചെറിയ ആംഗിളിൽ വന്നിട്ട് വലിയൊരു ഫ്രെയിം കാണിക്കുന്ന ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. മാത്രമല്ല ഇതൊരു തികച്ചും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും എന്നതിലൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ആ ഒരു പ്രേക്ഷകൻ പറയുന്നത് ഈ ഒരു ചിത്രം ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആസിഫ് അലി ആക്ടർ, വമ്പൻ ആക്ടർ, ശരിക്കും പറഞ്ഞ ഒരു നന്മയുടെ നിറകൂട്ടമായ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി വിവാദങ്ങൾ നമ്മൾ കണ്ടാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫേസിലുണ്ടായ ഓരോ പുഞ്ചിരി ശരിക്കും ബ്ലോക്ക് പോസ്റ്റർ അടിക്കാമെന്നാണ് ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത്. വേണ്ടി വന്നാൽ ചിലപ്പോൾ ഒരു ഓസ്കാർ നോമിനേഷന് പോലും എത്തിയേക്കാം. കാരണം അപ്പോഴേക്കും മികച്ച അഭിനയമായിരുന്നു ആസിഫ് അലിയുടേത്. ലെവൽ ക്രോസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ ആസിഫ് അലിക്ക് അവാർഡ് ഉറപ്പാണെന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു അവാർഡിന് സാധ്യതയുള്ള ചിത്രമാണ്. കാരണം പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ മികച്ച സീനിയർ നടന്മാരോട് പോലും കിടപിടിക്കുന്ന തരത്തിലുള്ള അഭിനയം. അതേപോലെ തന്നെ ഇതിന്റെ സംവിധാനം എടുത്തു പറയുന്നത്, ഇതിന്റെ സംവിധാനം എൻഡ് ടു എൻഡ് കുറയായിരുന്നു. സസ്പെൻസ് ഉണ്ട്, പുല്ലുണ്ട്, ആവട്ടണമായ പോലെ മ്യൂസിക്കിന്റെ സസ്പെൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു അവാർഡ് മേക്കിംഗ് ഫിലിം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ഉറക്കംമൂവി സിനിമയാണ്. പക്ഷെ ഒരിക്കലും ഇത് ഉറക്കംമൂവി സിനിമയല്ല. ഇതിന് ഒട്ടും ലാഗില്ല. ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കണക്ട് ചെയ്ത് ഈ സിനിമയുടെ ആ ഒരു കഥയിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയുടെ കഥയിലുള്ളത്. എങ്ങനെയാണ് ലെവൽ ക്രോസ് സിനിമ? ലെവൽ ക്രോസ് ഒരു സ്ലോ ഫേസ് ഡ്രാമ ത്രില്ലറാണ്. നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് വന്നേക്കുന്ന പടങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു വേ ഓഫ് മേക്കിംഗ് സ്റ്റൈലുള്ള പടങ്ങൾ വന്നിട്ടില്ല. ആസിഫിക്കനെ നമ്മളെ കണ്ടതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ ഇത് ജിത്തി ജോസഫിന്റെ അസോസിയേറ്റ് ആണ് പടം ചെയ്തേക്കണം. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ജിത്തി ജോസഫിന്റെ ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റൈൽ പടത്തിൽ ഓഫ് കോഴ്സ് വന്നിട്ടുണ്ടാവും. പിന്നെ 3 പേരാണ് അഭിനയിച്ചേക്കുന്നത്. ആ 3 പേരും അസാധ്യ അഭിനേതാക്കളാണെന്ന് അറിയാവുന്നവരാണ്. അതുപോലെ സ്ക്രീൻ പ്രസൻസ് തന്നെ കണ്ടിരിക്കുന്ന നല്ല രസമാണ്. അതുപോലെ തന്നെ ഷറഫുദ്ദീനെ നമ്മൾ ഇതുവരെയും കണ്ടതിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ്. ഐ മീൻ എസ്പെഷ്യലി 5-ാം പാതിരയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഷറഫുദ്ദീന്റെ ഒരു വെറൈറ്റി സാധനമാണ്. ആസിഫിക്ക പറയേണ്ട കാര്യമില്ല. കാരണം നോട്ടത്തിൽ, സംസാരത്തിൽ, ഇരിപ്പിൽ, നടപ്പിൽ എല്ലാം വെറൈറ്റിയാണ്. ഒരു സ്ലോ ഫേസ് ഡ്രാമ ത്രില്ലർ ആയതുകൊണ്ട് ശരിക്കും അവാർഡിന് സാധ്യതയുള്ള ചിത്രമാണ്. അവാർഡ് ടേസ്റ്റ് ഫിലിം അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ആസിഫിന്റെ ആക്ടിങ് സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നൊരു അവാർഡ് കൊടുക്കാം. കാരണം പുള്ളി അതിൽ മാക്സിമം വെറൈറ്റി അതിൽ പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ക്രോസിൽ തന്നെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അപ്പൊ അതില് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഒരു 100% നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഹസ്ബൻഡിന് ഒരു അവാർഡ് കൊടുക്കാം. ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ചിത്രം, ലെവൽ ക്രോസ് പറയുവാണെങ്കിൽ ഒരു നല്ലൊരു അടിപൊളി മൂവിയാണ്. കാരണം ജിത്തി ജോസഫിന്റെ നമ്മള് കണ്ടതിൽ വ്യത്യാസമായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് സം മോഡാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ആണെങ്കിൽ സെക്കൻഡ് കുറച്ച് സ്ലോ പേസ് ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ നമുക്ക് നല്ല ത്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര നമ്മൾ കുറെ ചിന്തിച്ച് കൂട്ടും നമ്മള്. പിന്നെ ഒരു പടത്തിന് ബീജിയും എല്ലാം നല്ല അടിപൊളി, നല്ല ഒരു വെറൈറ്റി ആയിട്ട് മോഡ് മൂവിയാണ്. പിന്നെ ഇതിനകത്തൊരു പറഞ്ഞു വെച്ചാൽ ഒരു ഷോണിസ്റ്റിക് ക്യാരക്ടറാണ് അതിനകത്ത് പറയുന്നത്. ഷോണിസ്റ്റിക് ഒരു ഭാര്യ ഭർത്താവിന്റെ സംഭവം. പക്ഷെ എന്നിട്ട് അതിനകത്ത് ട്വിസ്റ്റ് ഉണ്ട്. അതിനകത്ത് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല മൂവിയാണ്. പിന്നെ ആസിഫിലെ സംഭവിക്കുന്ന ഒരു രാഷ്ട്രപതി എത്താൻ ചാൻസ്. കാരണം ആസിഫിൽ ആക്ടിങ് ആക്ട് ചെയ്യാറ്. ആസിഫ് അലിയുടെ ആ ഒരു വിവാദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു ഗിഫ്റ്റ്, ഒരു അവാർഡ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അവാർഡ്, അത് അല്ലല്ല, അയാൾ എനിക്ക് പറയാൻ വെച്ചാൽ ആസിഫിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് ആസിഫിലി പ്രശ്നമല്ല, മറ്റേ ആളുടെ പ്രശ്നമല്ല. കാരണം അത് പരിപാടി നടത്തിയ കോർഡിനേറ്ററിന്റെ പ്രശ്നമാണ്. കാരണം ആ പരിപാടി നടത്തിയ ആള് സ്റ്റേജ് വെച്ച് കൊടുക്കുന്ന ഗിഫ്റ്റ് താഴെ വെച്ച് കൊടുത്തു. മാത്രമല്ല ആളുടെ പേര് മാറ്റി പിടിച്ചു. അത് ഇവന്റ് നടത്തിയ ആ പർട്ടിക്കുലർ പിആർഒയുടെ പ്ലാറ്റ്ഫോം കൺട്രോൾ ചെയ്യുന്നവരുടെ ഒരു കുറ്റമാണ് എന്നുള്ളതാണോ? അതെ. കാരണം അതിനകത്ത് കാരണം നമ്മളൊരു കാരണം നമ്മളൊരു കല്യാണം നടത്തുവാണെങ്കിൽ അങ്ങനെ നമ്മൾ കോർഡിനേഷന്റെ സംഭവം കാര്യം പറയും. ഇതിനകത്ത് കോർഡിനേഷൻ ഇല്ല. അതിനകത്ത് വെച്ചാൽ
ഈ പരിപാടി എങ്ങനെ നടത്തേണ്ടതെന്ന് അതിന്റെ ഷെഡ്യൂളിംഗ് എല്ലാം കൃത്യമായിരിക്കണം. മാത്രമല്ല അതിന്റെ ആങ്കറിന് വരെ പയ്യേക്കുന്നുണ്ട് ജോലിമേരിക്ക്. കാരണം ആങ്കറിന് അറിയത്തില്ലായിരുന്നു ഈ പറഞ്ഞ സംരക്ഷണ സെമിസ്റ്ററിലേക്ക് കയറ്റിയതും ഒന്ന് ആങ്കറിന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ആസ്വദിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അത് പരിപാടി നടത്താൻ ആളുടെ പിഴവാണ്, അല്ലാതെ ഈ പറഞ്ഞ ആസ്വദിയുടെ പ്രശ്നമല്ല, 3 പേരുടെ പ്രശ്നമില്ല. കാരണം നമ്മൾ പരിപാടി കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ രീതി കോർഡിനേറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് സംഭവിക്കും, സ്വാഭാവികം. അതിനിപ്പം ഒരാളെ മണിക്കൂർ കുറെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ് വേറെ പ്രശ്നം ചോദിക്കാണ്ട്, ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു അവാർഡ് നൽകിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് മറ്റൊരാളുടെ നിന്ന് വാങ്ങിയതിനു ശേഷം വീണ്ടും രണ്ടാമത് ഒരാളുടെ നിന്ന് വാങ്ങിയതിനു ശേഷം ശരിക്കും അവർ ജൂനിയർ മാട്രിക് ആയിട്ട് മാറിയില്ലേ? കാരണം ഒരുപാട് പ്രൊമോഷൻ കിട്ടി, ഒരുപാട് ആളെ കുറെ ഫേമസ് ആയി. പിന്നെ ആൾക്കാർ ക്യാമ്പയിനെ കുറെ ഇതായി, കാരണം പൊതുവായിട്ട് കാരണം വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു കോൺട്രവേഴ്സി വന്ന ഒരാൾ എല്ലാവർക്കും റീച്ച് ആവില്ല. അതുപോലെ തന്നെ ആളെല്ലാവർക്കും റീച്ച് അല്ലെങ്കിൽ പോലും ഒരു കോൺട്രവേഴ്സി വലിയ പ്രൊമോഷൻ കിട്ടി. അതിനൊപ്പം തന്നെ എല്ലാം ഒരു പ്രൊമോഷന്റെ ഇതായിട്ട് കിട്ടി. തീർച്ചയായിട്ടും രമേശ് നാരായണനും ആസിഫ് അലിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവസാനമായിട്ട് ഞാൻ ചോദിച്ചത്. അതായത് അദ്ദേഹം ആദ്യം ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ രമേശ് നാരായണൻ ആദ്യം ഒരു ഉപഹാരം കൊടുത്തായിരുന്നു. ആസിഫ് അലി നീക്കിയിരുത്തിയതിനു ശേഷം വീണ്ടും വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അതൊരു ജൂനിയർ മാട്രിക് ആയിട്ട് മാറിയില്ല എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അതിന് വ്യക്തമായ രീതിയിലുള്ള മറുപടിയാണ് ആ ഒരു പ്രേക്ഷകൻ തന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പ്രതികരിക്കാനാണെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. തീർച്ചയായിട്ടും ഐ ആം വെയിറ്റിംഗ്.